Hi students, welcome back to our maths class for first standard students. Okay, then in this class I would like to take the remaining portion of the addition. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ അഡീഷൻ ഏതെല്ലാം തരത്തിൽ പഠിച്ചു? നമ്പർ ലൈനിൽ നമ്മൾ ജമ്പ് ചെയ്യാനായിട്ട് അല്ലേ, ആഡ് ചെയ്യുന്നത് ജമ്പ് ചെയ്യാനായിട്ട് പഠിച്ചു. ദെൻ 10 ആക്കി കൗണ്ട് ചെയ്തിട്ട് ബാക്കി എഴുതാൻ പഠിച്ചു. അപ്പം ഇങ്ങനെ പല രീതിയിൽ അഡീഷൻ നമ്മൾ പഠിച്ചു. ഫോർവേഡ് കൗണ്ടിങ് പഠിച്ചു. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വെർട്ടിക്കൽ അഡീഷൻ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വെർട്ടിക്കൽ അഡീഷൻ ഇതാണ് ഹയർ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പ്രയോജനമുള്ളത്. Vertical addition is a 54 plus 5. 54 is a 2-digit number. 54 എന്ന് പറയുന്നത് ഒരു 2-digit number ആണ് അല്ലേ? 2-digit number എന്ന് പറയുമ്പോൾ how many tens and how many ones, നമ്മളത് ടെൻസും വൺസും രീതിയിലും അഡീഷൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കാം. അപ്പോൾ 54 how many tens and how many ones? Yes, 5 tens and 4 ones. അപ്പോൾ ഞാൻ ടെൻസും വൺസും അപ്പോൾ എത്രയുണ്ട്? 5 ടെൻസും ഉണ്ട്, 4 വൺസും ഉണ്ട്. ദെൻ അഡീഷണലി നമ്മൾ യൂസ് ചെയ്ത സൈൻ ഏതാണ്? പ്ലസ് സൈൻ. ഓക്കെ, ദെൻ 54 ഏതുമായിട്ടാണ് ആഡ് ചെയ്യുന്നത്? 5 ആണ്. 5 എന്ന് പറയുന്നത് 1 ഡിജിറ്റ് നമ്പർ ആണ്. അതുകൊണ്ട് 5 എന്ന് പറയുന്നത് 1ന്റെ പ്ലേസിൽ മാത്രമാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നോക്കിയേ 1ന്റെ പ്ലേസിലാണുണ്ട് 5 കൂടിയുണ്ട്. നമ്മൾ ഇതിനെ ആഡ് ചെയ്യുന്നത് 4 പ്ലസ് 5. 4 പ്ലസ് 5 എങ്ങനെ ആഡ് ചെയ്യുന്നത്? ഒന്നുകിൽ 1 2 3 4. ഇവിടെ എത്രയുണ്ട്? 1 2 3 4 5. കണ്ടോ? ടോട്ടൽ കൗണ്ട് ചെയ്ത് 1 2 3 4 5 6 7 8 9. ആൻസർ ഒരു 9 ഇവിടെ എഴുതുക. ദെൻ 10ന്റെ പ്ലേസിലുള്ള ആരാണ്? 5. അത് എടുക്കാൻ എഴുതുക. ആൻസർ ഈസ് 59. ഈസി അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. 1ന്റെ പ്ലേസിലാണെങ്കിൽ 6 2. 6 പ്ലസ് 2 6 0 ഇട്ട് നോക്കുക. ദെൻ 2 0. എത്രയുണ്ട്? 0 എഴുതാനൊന്നുമില്ല, 1 നോക്കിയാൽ 1 2 3 4 5 6. 1 2 6 പ്ലസ് 2 എത്ര വരും? 8. ദെൻ കണ്ടോ ഈ 3 അതുപോലെ തന്നെ താഴോട്ട് ഇറക്കി. ദാറ്റ് ഈസ് 38. Then 92 plus 7. നമുക്ക് ഇവിടെ എത്രയുണ്ട്? 1 2. ഇവിടെ എത്രയുണ്ട്? 7. 1 2 3 4 5 6 7. ടോട്ടൽ കൗണ്ട് ചെയ്തേ 1 2 3 4 5 6 7 8 9. അപ്പോൾ 9 നമ്മൾ 1ന്റെ പ്ലേസിൽ എഴുതി. ഇനി ഇവിടെ 9 ഉണ്ട്, അത് നേരെ താഴോട്ട് 9. ആൻസർ ഈസ് വായിച്ചേ 99. ഓക്കെ, ദെൻ 25 പ്ലസ് 3. അപ്പോൾ നോക്കിയോ 1ന്റെ പ്ലേസിൽ ആരൊക്കെയുണ്ട്? 5 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ നമ്മൾ 5 1 1 1 2 3 4 5. ഇവിടെ എത്രയുണ്ട്? 1 2 3. ഒന്ന് കൗണ്ട് ചെയ്തേ ടോട്ടൽ. 1 2 3 4 5 6 7 8. കണ്ടോ? നമ്മളിവിടെ 8 എന്ന് എഴുതും. 0യോ ലൈനോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് 8 മാത്രം എഴുതിയാൽ മതിയോ? ഇല്ല, 10ന്റെ പ്ലേസിലാണുണ്ട്. 2 അങ്ങോട്ട്. ആൻസർ ഈസ് 28. Then 35 plus 22. അപ്പോൾ നോക്കിയേ ഇവിടെ ഇപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് 2 ഡിജിറ്റും 1 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് അല്ലേ? 2 ഡിജിറ്റ് നമ്പറും 1 ഡിജിറ്റ് നമ്പറും. പക്ഷേ ഇവിടെ നോക്കി 2 ഡിജിറ്റും 2 ഡിജിറ്റും അത് നമ്മൾ ഇവിടെ ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് താഴോട്ട് തന്നെ ചെയ്യാം അല്ലേ? അപ്പോൾ നോക്കിയേ 22 is a 2 ഡിജിറ്റ് നമ്പർ. അപ്പോൾ 2 ഡിജിറ്റ് നമ്പർ ആകുമ്പോൾ നമുക്കറിയാം 10 ഉണ്ട് 1 ഉണ്ട്. അപ്പോൾ നമ്മൾ 22. അപ്പോൾ രണ്ടാമത് ആഡ് ചെയ്യാൻ പോകുന്ന നമ്പർ എത്ര ഡിജിറ്റ് ആണ്? 2 ഡിജിറ്റ് ആണ്. നോക്കിയേ 17. ഹൗ മെനി വൺസ് ആൻഡ് ഹൗ മെനി ടെൻസ്? 17 ആണ്. യെസ്, 1 10ഉം 7 വൺസും ഉണ്ട് അല്ലേ? അപ്പോൾ എൻ്റെ പ്ലേസിൽ 1ന്റെ പ്ലേസിൽ 7 ഉണ്ട്. അപ്പോൾ ഈ വെർട്ടിക്കൽ അഡീഷനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ വരുമ്പോൾ 22 പ്ലസ് 17 ഇത് കറക്റ്റ് ആയിട്ട് 10ന്റെയും 1ന്റെയും പ്ലേസിൽ എഴുതുക എന്നുള്ളത്. അപ്പം അത് ശ്രദ്ധിക്കുക. ചിലർ ഇങ്ങനെ എഴുതും, അതൊക്കെ കുട്ടികളുണ്ടാകുന്ന ഒരു മിസ്റ്റേക്കാണ്. 10 1 22
പ്ലസ് 17 ഇങ്ങനെ എഴുതിട്ട് റോങ് ആണ്. ഇങ്ങനെ എഴുതരുത്. 22 അതായത് ആ നമ്പർ തന്നെയാണ് വരുന്നത്. അപ്പം 2 2 ഓക്കെ 22 then 17 1 10 7 1 1 അല്ലേ. അപ്പം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 7 plus 2 9 ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. then 2 plus 1 ഇവിടെ 2 ഇവിടെ 1 എത്രയുണ്ട്? 3 ആൻസർ ഈസ് 39 ഓക്കെ. അങ്ങനെ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കിയാലോ. 5 plus 2 എത്ര വരും? 1 2 3 4 5 1 2 ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോൾ എത്ര വരും? 7 നമ്മൾ 1ന്റെ പ്ലേസിൽ എഴുതി. then 3 plus 2 1 2 3 1 2 3 plus 2 5 അല്ലാതെ ആഡ് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ. ഈ ലൈൻ തന്നെ വരച്ച് ആഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. then 25 plus 14 നോക്കിയാൽ 1ന്റെ പ്ലേസിൽ ആരൊക്കെയാണ്? 5 ഉണ്ട് 4 ഉണ്ട്. അപ്പൊ നമ്മള് 1 2 3 4 5 ഇവിടെ എത്രയുണ്ട്? 1 2 3 4. അപ്പം നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 9 എത്രയാണ് കിട്ടിയത്? 9 നമ്മൾ 1ന്റെ പ്ലേസിൽ ഇട്ടു. ഇനി ആരുണ്ട്? 10ന്റെ പ്ലേസിൽ 1 2 ഇവിടെ 1 ടോട്ടൽ 2 plus 1 എത്രയാണ്? 3 ആൻസർ 39 ആൻസർ 39. ഈ കാര്യത്തിൽ ക്ലിയർ ആയോ? ഒന്നുമില്ല, എളുപ്പമാണ്. ഓരോ ഇത് എഴുതുന്നതാണ് പ്രധാനപ്പെട്ടത്. ഓക്കെ, അതാണ് തെറ്റിക്കാൻ ചാൻസ് ഉള്ളതാണ്. 10ന്റെ പ്ലേസിലും 1ന്റെ പ്ലേസിലും എഴുതുന്ന നമ്പേഴ്സ് കറക്റ്റ് ആയി. 61 plus 28 അപ്പൊ നോക്കിയാൽ ഇവിടെ 1 ഇവിടെ 1 2 3 4 5 6 7 8 8 plus 1 എത്രയാണ്? 9. then 6 plus 2 എത്രയാണ്? is 8. ആൻസർ ഈസ് 89. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇഷ്ടപ്പെട്ടല്ലോ? വെർട്ടിക്കൽ അഡീഷൻ എളുപ്പമാണ്. then 74 plus 15 4 plus 5 ഇതുപോലെ ഇട്ട് നോക്കുമ്പോൾ അറിയാം എത്രയാണ്? 9 ആണ് കിട്ടുന്നത്. നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. then 7 plus 1 ഏത് നമ്പറിനെയും 1 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ വരും? നെക്സ്റ്റ് നമ്പർ വരും. അപ്പൊ 7 plus 1 എന്ന് പറയുമ്പോൾ എത്ര വരും? 8. കണ്ടോ? ആൻസർ ഈസ് 89. ഇത്രേ ഉള്ളൂ വെർട്ടിക്കൽ അഡീഷൻ എന്ന് പറഞ്ഞാൽ. ഈ വെർട്ടിക്കൽ അഡീഷൻ കൊണ്ട് അഡീഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ടോപ്പിക് അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. പിന്നെ ഒരു 3-4 സ്റ്റോറി സോങ്സ് ഉണ്ട്. നോക്കിയേ, ഒരെണ്ണം ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇൻ എ ഗാർഡൻ there were 12 red roses. ഒരു ഗാർഡനിൽ എത്ര റെഡ് റോസ് ഉണ്ട്? റെഡ് കളറുള്ള റോസ് ഉണ്ട് 12 ആൻഡ് 4 white rose. എത്ര വൈറ്റ് റോസ് ഉണ്ട്? നിങ്ങൾ കണ്ടില്ലേ? റെഡ് റോസും ഉണ്ട്, വൈറ്റ് കളറുള്ള റോസും ഉണ്ട്. അപ്പൊ എത്ര വൈറ്റ് റോസ് ഉണ്ട്? 4. how many roses were there all together? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റോസസിന്റെ നമ്പർ എത്ര? ടോട്ടൽ. അപ്പൊ അത് how many roses were there all together എല്ലാം കൂടി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? റെഡ് റോസും വൈറ്റ് റോസും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ശരിയല്ലേ? അപ്പൊ നമ്മള് ഇത് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മള് ഇതിന്റെ സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്സ് നിങ്ങൾക്ക് സ്റ്റെപ്സ് തന്നെ എഴുതേണ്ട വരില്ല. ഇങ്ങനെ തന്നേക്കും. അവിടെ നമ്മൾ നമ്പർ മാത്രം കൊടുത്താൽ മതി. നമ്പർ ഓഫ് റെഡ് റോസസ് എത്ര റെഡ് റോസ് ഉണ്ടെന്ന് നോക്കിയേ. ക്വസ്റ്റ്യൻ ആണ് നോക്കിയേ. 12 റെഡ് റോസ് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ 12 എന്ന് എഴുതും. ക്ലിയർ ആയോ? അടുത്ത സ്റ്റെപ്പ് നോക്കിയേ. നമ്പർ ഓഫ് വൈറ്റ് റോസ് എത്ര വൈറ്റ് റോസ് ഉണ്ട്? 4 വൈറ്റ് റോസ്. അപ്പൊ എങ്ങനെ എഴുതാം? ഇവിടെ 4. how many roses were there all together? അപ്പൊ നമ്മൾ ടോട്ടൽ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ നമുക്കറിയാം എന്താ? രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പൊ 12 plus 4 അപ്പൊ നമ്മൾ എല്ലാം ആഡ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് കൊടുക്കണം? 10s-ഉം 1s-ഉം അല്ലേ? അപ്പം 12 എഴുതി. അതിന്റെ കൂടെ ആരെയും കൂടെ ആഡ് ചെയ്യണം? 4-നെ കൂടെ ആഡ് ചെയ്യുക. പ്ലസ് സൈൻ കൊടുക്കുക. 4 plus 2 എത്രയുണ്ട്? 4 plus 2 6. 1 അതുപോലെ തന്നെ എഴുതുക. ടോട്ടൽ എത്ര റോസസ് ആണുള്ളത്? 16 റോസസ് ആണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? 16 റോസസ്. അപ്പം എക്സസൈസ് 2-4 ഒരു 5 സ്റ്റോറി സോങ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ് വൺ
Preeti has 23 skirts and 32 frocks in her wardrobe. അവളുടെ അലമാരിയിൽ 23 സ്കേർട്ടും ഉണ്ട്, 32 ഫ്രോക്സും ഉണ്ട്, ഉടുപ്പുകളും ഉണ്ട്. ഹൗ മെനി ഡ്രസ്സസ് ഡസ് ഷീ ഹാവ് ഇൻ ഓൾ? അങ്ങനെയാണെങ്കിൽ അവൾക്ക് ടോട്ടൽ എന്തുമാത്രം ഡ്രസ്സുണ്ട്? അപ്പം നോക്കിയാൽ നമ്പർ ഓഫ് സ്കേർട്ടിൻ്റെ അവിടെ എത്ര സ്കേർട്ടാണ് അത് എഴുതുക, നമ്പർ ഓഫ് ഫ്രോക്സിൻ്റെ അവിടെ എത്ര ഫ്രോക്കാണ് അത് എഴുതുക. അപ്പം ഫ്രോക്ക് അത് രണ്ടും 2 ഡിജിറ്റ് നമ്പേഴ്സാണ്, അപ്പോൾ അത് ഇതുപോലെ തന്നെ എഴുതുക. ടോട്ടൽ ആഡ് ചെയ്ത് ഇവിടെ എഴുതുക. ക്ലിയർ ആയോ? ക്വസ്റ്റിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കാം. ഓൺ ദ ബീച്ച് ബീന കളക്റ്റഡ് 43 ഷെൽസ് ആൻഡ് ഹെയർ ഫ്രണ്ട് ശ്രേയ കളക്റ്റഡ് 30 ഷെൽ. ഒരു ബീച്ചിൽ ബീന കളക്ട് ചെയ്തത്, ബീന എന്ന് പറഞ്ഞത് ശ്രേയ എന്ന് പറഞ്ഞ 2 കൂട്ടുകാരുണ്ടായിരുന്നു. 43 ഷെല്ലാണ് ബീന കളക്ട് ചെയ്തത്, ശ്രേയ കളക്ട് ചെയ്തത് 30 ഷെൽസ്. ഓക്കെ, ഹൗ മെനി ഷെൽസ് ഡിഡ് ബോത്ത് ഓഫ് ദം കളക്ട് ടുഗദർ? അങ്ങനെയാണ് 2 പേരും കൂടി എത്ര ഷെല്ല് കളക്ട് ചെയ്തു. സ്റ്റെപ്സ് ഇതാണ്. നമ്പർ ഓഫ് ഷെൽസ് ബീന കളക്റ്റഡ് എത്രയാണെന്നുള്ള എഴുതുക. നമ്പർ ഓഫ് ഷെൽസ് ശ്രേയ കളക്റ്റഡ്, ശ്രേയ എത്ര കളക്ട് ചെയ്തെന്നുള്ള എഴുതുക. ദെൻ ടോട്ടൽ ഷെൽ, ടോട്ടൽ എത്രയാണ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ ഇവിടെയും ഇവിടെയും എഴുതുക. ദെൻ ഇൻ ദ കാർ പാർക്കിംഗ് ഓഫ് ദ സൂപ്പർ മാർക്കറ്റ്, ഒരു സൂപ്പർ മാർക്കറ്റിലെ കാർ പാർക്കിങ്ങിൽ മോഹിത് കൗണ്ടഡ് 52 കാർ. ഇപ്പോൾ ഒരുപാട് വെഹിക്കിൾസ് അല്ലേ, ഒരുപാട് വെഹിക്കിൾസൊക്കെ ഉണ്ട്, ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. അപ്പോൾ മോഹിത് എന്ന് പറഞ്ഞൊരു കുട്ടി ഇങ്ങനെ കൗണ്ട് ചെയ്തു. അന്നേരം 52 കാറും 37 സ്കൂട്ടീസും ആകെ ഉണ്ട്. ഹൗ മെനി വെഹിക്കിൾസ് ഡിഡ് ഹി കൗണ്ട് ഓൾ ടുഗദർ? അങ്ങനെയാണെങ്കിൽ എത്ര വെഹിക്കിൾസ് മൊത്തം ഉണ്ട്? അപ്പം നമ്പർ ഓഫ് കാർസ് എത്രയാണെന്നുള്ളത് എഴുതുക, നമ്പർ ഓഫ് സ്കൂട്ടി അതും എഴുതുക. ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ ഇവിടെയും ഇവിടെയും എഴുതുക. ഓക്കെ, ദെൻ ശ്രുതീസ് മദർ വെൻ ടു ദി മാർക്കറ്റ് ആൻഡ് ബോട്ട് 32 ആപ്പിൾസ് ആൻഡ് 24 മാംഗോസ്. ശ്രുതിയുടെ അമ്മ മാർക്കറ്റിൽ പോയി മേടിച്ചുകൊണ്ട് വന്ന കാര്യങ്ങളാണ് 32 ആപ്പിൾസും 24 മാംഗോസും. അങ്ങനെയാണെങ്കിൽ ശ്രുതിയുടെ അമ്മ ബൈ ചെയ്ത ഓൾ ടുഗദർ എന്തുമാത്രം ഫ്രൂട്ട്സാണ് ടോട്ടൽ മേടിച്ചിരിക്കുന്നത്? നമ്പർ ഓഫ് ആപ്പിൾസ് എത്രയാണെന്ന് എഴുതുക, നമ്പർ ഓഫ് മാംഗോസ് എത്രയാണെന്ന് എഴുതുക, ടോട്ടൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഇവിടെ എഴുതുക, ഇവിടെ എഴുതുക. ഓക്കെ, hope you understand this topic. So study well. ഈ വെർട്ടിക്കൽ അഡീഷൻ ഒക്കെ ചെയ്ത് തന്നെ പഠിക്കണം, നോക്കിയാലും പഠിക്കരുത്, ചെയ്ത് തന്നെ നിങ്ങൾ റഫ് ബുക്കിൽ ചെയ്ത് പഠിക്കണം. ഓക്കെ, on the next class we will start the next session, subtraction. Okay, thank you.